ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ എണീറ്റിട്ടുണ്ട് കേട്ടോ. ഇന്നൊരു ഡേ മൈ ലൈഫാണ്. കുറേ നാളായി ഡേ മൈ ലൈഫ് പോലത്തുള്ള വീഡിയോസൊക്കെ ചെയ്തിട്ട് കുറേ മാസക്കണക്കായെന്നാണെങ്കിൽ പറയാം. കാരണം ഞാൻ ഇടയ്ക്ക് 2-3 ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുള്ളതല്ലാതെ ലോങ് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് രാവിലെ ഒരു ഗ്ലാസ് ചായയും കുടിച്ചിട്ടാണ് തുടക്കം. അങ്ങനെ പറയാൻ പറ്റില്ല, ഞാൻ രാവിലെ എണീറ്റിട്ടുണ്ടായിരുന്നു. രാവിലെ എണീറ്റ് ഉടനൊന്നും ചായ കുടിക്കില്ല കേട്ടോ. എല്ലാ പണികളും, അതായത് ഏട്ടന് ചോറ് കൊണ്ടുപോകണമെങ്കിൽ ചോറ് കൊണ്ടുപോകാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് എന്നിട്ട് ലാസ്റ്റാണ് കേട്ടോ ചായ കുടിക്കാറുള്ള. പിന്നെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും വിശക്കുന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ചായ കുടിക്കും, ചായ ഇട്ടാൽ ചായ കുടിക്കും, അങ്ങനെ. അപ്പോൾ ഇന്ന് ആൾക്ക് ജോലി ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോയതാണ്. ഞാൻ കുഞ്ഞിനെ അംഗൻവാടി കൊണ്ടുവിട്ടിട്ട് വന്നപ്പോഴത്തേനും ആൾ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇതറിഞ്ഞെങ്കിൽ ഞാൻ കുഞ്ഞിനെ പോവേണ്ട ആവശ്യം വരില്ലായിരുന്നു. ആൾ വരുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ആളെടുത്ത് കൊടുത്തു വിട്ടാൽ മതിയായിരുന്നല്ലേ. പിന്നെയാണ് ഞാൻ ചിന്തിച്ചത്, പിന്നെ നമുക്ക് അറിഞ്ഞൂടല്ലോ വരുമെന്നുള്ള കാര്യം. അവിടെ മഴയായതുകൊണ്ട് കറണ്ട് എന്തോ പ്രശ്നം കേട്ടോ. കുറേ നാളായി സൂര്യ ആശാനൊക്കെ കണ്ടിട്ട് ഇന്നാണെന്ന് സൂര്യ ആശാനെ കാണണം കേട്ടോ. കാരണം ആൾ മുങ്ങി നടപ്പായിരുന്നു. മഴയില്ലേ മഴ, അങ്ങനെ. അപ്പോൾ ഞാൻ 2-3 ചെടികളുണ്ടെന്ന് ഞാൻ ഷോർട്ട് വീഡിയോസൊക്കെ പറഞ്ഞിട്ടുണ്ട്, ലോങ് വീഡിയോസിലും പറഞ്ഞിട്ടുണ്ടെന്ന്. അതൊക്കെ ഞാൻ കവറിലാണ് ഉണ്ടാക്കി വെച്ചുള്ളത്. കാരണം 2-3 ഷോർട്ട് വീഡിയോസിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ ഒരു ഷോപ്പിൽ ജോലിക്ക് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോയിട്ട് വരുന്ന വഴിക്ക് ഞാൻ എടുത്തോണ്ട് വന്നിട്ട് ഈ ഇലച്ചെടി എന്ന് പറയുന്നത് പണ്ട് എൻ്റെ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെ അധികം എല്ലായിടത്തും ഒന്നും ഇതേപോലത്തെ ഇലച്ചെടികളൊന്നും കാണത്തക്കില്ല. ഇപ്പം എല്ലാവരും വെച്ചാൽ പച്ചപ്പ് പോലത്തെ ഉള്ള പ്ലാന്റ്സ് അല്ലേ കൂടുതലും വെക്കാറുള്ളത് വീടുകളിൽ. പിന്നെ അത് കഴിഞ്ഞൊരു പനികൂർക്ക ചെടി ഉണ്ടായിരുന്നു. അതെൻ്റെ വീട്ടിൽ ഞാൻ ചെറിയ 2 കമ്പ് കൊണ്ടുവന്നു റൂമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ ഉണങ്ങി കിടപ്പുണ്ടായിരുന്നു. പിന്നെ ഞാൻ പൊടിക്കണമെങ്കിൽ പൊടിക്കട്ടെന്ന് പറഞ്ഞിട്ട് കാറിൽ കുറച്ച് മണ്ണ് നിറച്ചിട്ട് നട്ടതാണ് കേട്ടോ. അത് ഫുള്ളും പൊടിച്ച് നല്ല ഇതായിട്ട് നല്ല പടർന്ന് കയറുന്ന ഒരു ചെടിയാണല്ലോ അത്. അങ്ങനെ പടർന്ന് കയറി നിൽപ്പുണ്ടാകുന്നത്. പിന്നെ ഞാൻ അതെല്ലാം കൂടെ എടുത്ത് ചെടിച്ചട്ടിയിലാക്കി നട്ടിട്ടുണ്ട്. ഞാൻ ചെടിച്ചട്ടി വാങ്ങാൻ തന്നെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ എൻ്റെ മുല്ലച്ചെടികളാണ്. എനിക്ക് 2-3 മുല്ലച്ചെടികൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വയ്ക്കാനാണ് ചെടിച്ചട്ടി വാങ്ങിച്ചത്. പിന്നെ ആ ചെടികളെല്ലാം അതിലാക്കി വെച്ചതിന് ശേഷം തുണി നനയ്ക്കാൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. 2-3 ദിവസത്തെ തുണിയുണ്ട്. ഇപ്പോഴും പഴയതുപോലെ ഞാനെപ്പോഴും ഇങ്ങനെ കൂട്ടിയൊന്നും വെക്കാറില്ല. അങ്ങനെ കുളത്തിലൊന്നും പോകാറില്ല കേട്ടോ. വീട്ടിൽ തന്നെ ഇട്ട് നനയ്ക്കാറാണ് പതിവ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ കാരണം ഒരു ചുമട് തുണി നനച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചിന്തി എല്ലാ ദിവസവും ഉള്ള തുണിയാണോ നനച്ചിടണം എന്നുള്ളത്. അപ്പോഴത്തേനാണ് പിന്നെയും മഴ വന്ന് കയറിയത്. മഴയുണ്ടെങ്കിൽ നമുക്ക് തുണി ഉണങ്ങിയെടുക്കാനൊക്കെ ഭയങ്കര പാടാണ്. പിന്നെ നമ്മളെ വീട്ടിൽ കൂടുതൽ അംഗങ്ങളുള്ളത് കൊണ്ട് ഓരോരുത്തർ നനയ്ക്കുമ്പോഴത്തേനും അത് ഇട്ട് ഉണക്കിയെടുക്കാറാണ് പതിവ്. ഞാൻ പിന്നെ അതിങ്ങനെ ഇട്ടിട്ട് നീട്ടി കൊണ്ടുപോട്ടോ. ഒന്നാമത് എനിക്ക് എല്ലാത്തിനും മടിയാണ്. പിന്നെ കഴിഞ്ഞ ദിവസം 2-3 കമൻസ് വന്നിട്ടുണ്ട് കേട്ടോ. വീഡിയോസ് ചെയ്യാൻ പറഞ്ഞിട്ട് ഡെയിലി വീഡിയോസ് ഇടുമോ, വീഡിയോസ് കൊള്ളാമെന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ക്ലീനിങ് വീഡിയോസൊക്കെ ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. ഡെയിലി വീഡിയോസ് ഇടണമെന്നൊക്കെ എനിക്കുണ്ട്, പക്ഷെ എനിക്ക് ഭയങ്കര മടിയാണ്. അതെന്തുകൊണ്ടാണ് ഈ മടി വരണതെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് ഭയങ്കര മടിയുണ്ട് എല്ലാ കാര്യത്തിലും. പക്ഷെ ഞാൻ ചെയ്യും, പക്ഷേ ചെയ്തില്ലെങ്കിൽ മടി. എനിക്കിപ്പോൾ കുറച്ച് നാളായി ഞാൻ വീഡിയോസൊക്കെ ചെയ്തിട്ട് എൻ്റെ ഒരു ഫ്ലോ പോയിരിക്കുകയാണ്. പിന്നെ ഇത് ഇപ്പം ചെയ്യണമെന്ന് വിചാരിച്ചാൽ നമുക്ക് ചെയ്യാൻ തന്നെ ഉള്ളൂ. പിന്നെ നമുക്ക് എന്ത് ചെയ്യണമെങ്കിലും അത് നമ്മൾ തന്നെ വിചാരിക്കണം. അല്ലാതെ മറ്റൊരാൾ പറഞ്ഞുകൊണ്ട് നമുക്കത് ചെയ്യാൻ വേണ്ടി തോന്നത്തില്ലല്ലോ, അല്ലേ. നമുക്കൊരു കാര്യം ചെയ്യണമെങ്കിൽ അത് നമ്മൾ തന്നെ ചെയ്യണം. ഞാൻ എന്തായാലും വിചാരിച്ചു ഇനി എന്തായാലും വീഡിയോസ് ഇടണം കണ്ടിന്യൂസ് ആയിട്ട്. പിന്നെ ഒരു കാര്യം, എൻ്റെ ഫോണും പണി നിന്നിട്ടാണ് ഇരിക്കുന്നത്. ഫോണും എല്ലാം കൂടെ അടിച്ച് ബോറായിരിക്കണം തോന്നുന്നു. പിന്നെ ചെറുതായിട്ട് ഇപ്പോൾ ഹാങ് ആവുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് കൊണ്ടായിരിക്കാം. പിന്നെ അതെല്ലാം കഴിഞ്ഞ് തുണിയെല്ലാം കൂടെ പിഴിഞ്ഞെടുത്തിട്ട് ഇതിന് മുകളിൽ കൊണ്ട് വിരിക്കണം. അതാണ് ഒരു ടാസ്ക്. കാരണം നമുക്കിവിടെ സ്പേസ് കുറവായത് കൊണ്ട് നമുക്ക് സാധനങ്ങൾ കൂടുതലുണ്ട്, എല്ലാവരും ഉണ്ടല്ലോ. അപ്പോഴത്തേനും നമ്മൾ ഈ സ്റ്റെപ്പിൻ്റെ അവിടെയൊക്കെയായിട്ട് സാധനങ്ങൾക്ക് വേണ്ടാത്ത നമ്മൾ യൂസ് ചെയ്യാത്ത സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം ഒരു സൈഡിലാണ് വെച്ചിട്ടുള്ളത്. നമുക്ക് ഒരാൾക്ക് നടന്നു പോകുന്ന സ്ഥലമൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഈ തുണി കൊണ്ട് മുകളിൽ എത്തിച്ചിട്ട് വിരിക്കണം. പിന്നെ എൻ്റെ അടുത്ത് ഓണത്തിന് ക്ലീനിങ് വ്ലോഗ് ഇടുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇടുമോ ചേച്ചി എന്ന് ചോദിച്ചിട്ട്. എനിക്ക് ക്ലീനിങ് വ്ലോഗ് ഇടണമെന്നുണ്ടായിരുന്നു ആ ടൈമിൽ. വലുതായിട്ട് ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഫുള്ളും എടുത്തില്ല. പിന്നെ ഞാൻ വിചാരിച്ച് വേണ്ടെന്ന്. ആ ടൈമിൽ എൻ്റെ കയ്യിൽ സെൽഫി സ്റ്റിക്കോ പോലത്തുള്ള നമുക്ക് ട്രൈപോഡ് ഉണ്ടല്ലോ, അതൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്കുണ്ടായിരുന്നു, അത് എൻ്റെ മക്കൾ കൊണ്ട് തൊലച്ചു. അടിച്ച് കളിച്ച് അത് പോയി കേട്ടോ. അങ്ങനെ പിന്നെ ഞാനിപ്പോൾ ഒരു ട്രൈപോഡല്ല, സെൽഫി സ്റ്റിക്ക് പോലത്തുള്ള ട്രൈപോഡ് ഉണ്ടല്ലോ, അതൊന്ന് വാങ്ങിയിട്ടാണ്. അതിലാണ് ഇന്ന് വീഡിയോ എടുക്കുന്നത്. നമുക്ക് ഈ ക്ലീനിങ് വ്ളോഗൊക്കെ എടുക്കുമ്പോൾ ആരെങ്കിലും എടുത്ത് തരണം നല്ല രീതിക്ക്. നമ്മുടെ ഫോണിൽ നല്ല ക്ലാരിറ്റി ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. പിന്നെ നമുക്ക് വീടിൻ്റെ അകത്തൊക്കെ നിൽക്കുമ്പോൾ ഈ ഫോണിൽ അധികം ക്ലാരിറ്റി ഒന്നും കാണത്തില്ല.
അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ എന്തെങ്കിലും സ്റ്റാൻഡോ കാര്യങ്ങളൊക്കെ വേണം. എൻ്റെ കയ്യിലൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി മേടിച്ചത്. പിന്നെ ഒരു കാര്യം വെച്ചാൽ ഇവിടെ എല്ലാവരും ഉണ്ട്. ഞാൻ ക്ലീനാക്കിയിട്ട് അതുപോലെ ക്ലീനായി കിടക്കത്തുമില്ല. ഇന്ന് ഞാൻ ക്ലീനാക്കി എടുത്തിട്ട് കഴിഞ്ഞാൽ നാളെ കാണുമ്പോൾ പിന്നെ അത് മെസ്സിയാവും. പിന്നെ ഇതിന് വേണ്ടി നമ്മൾ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് ഫുള്ളും വേസ്റ്റായി പോവും. പക്ഷെ ചെയ്യാറുണ്ട് ക്ലീനിങ്, ചെയ്യാറില്ലെന്നല്ല, ചെയ്യാറുണ്ട്. പക്ഷെ ഇനി എന്തായാലും ചെയ്യാം കേട്ടോ വീഡിയോസൊക്കെ. അപ്പോൾ എന്തായാലും എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഞാനത് കണ്ടില്ലെന്നല്ല പറഞ്ഞത്, ഞാനും വീഡിയോസ് എടുക്കാതെ മടിച്ച്. ഞാൻ ഓണത്തിനൊന്നും അങ്ങനെ വ്ളോഗൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് കേട്ടോ ഞാൻ വ്ളോഗ് ഇടാൻ വേണ്ടി പോണത്, വീഡിയോസ് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് തുണിയെല്ലാം തോരയിട്ടതിന് ശേഷം ഞാൻ നേരെ റെഡിയായി, മോളെ റെഡിയാക്കി. അവൾ അംഗൻവാടി കൊണ്ടുവിടണം കേട്ടോ, വലിയ ടാസ്ക്. കാരണം ആൾ നടക്കത്തില്ല. ആൾക്ക് കുറച്ച് ദൂരം നടന്നു കഴിയുമ്പോൾ ആൾക്ക് കാല് വേദന വരും, എന്നെ എടുക്കുന്നൊക്കെ പറയും. പക്ഷെ ഇന്നെന്തോ കുറച്ച് ദൂരം നടന്നു കേട്ടോ, അതെന്തോ ഭാഗ്യം. പിന്നെ അത് കഴിഞ്ഞ് അപ്പത്തിന് അരയ്ക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെന്നാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.